എനിക്ക് അത് ഓർക്കുമ്പോ ഇപ്പൊ വിചാരിക്കുന്ന അടിച്ചു മോനെ എന്ന് പറഞ്ഞൊരു സീനില്ലേ, സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്റെ അഡ്വൈസ്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ഒഴിവാക്കിയില്ല. അത്യാവശ്യം ഇടക്കിടക്ക് ഇങ്ങനെ കയറി നോക്കലുണ്ട് ഇൻസ്റ്റയിലെല്ലാം. അത് ഞാൻ ഉദ്ദേശിച്ച ആ സൈലത്തിന്റെ ഒരു, നമുക്കിപ്പം കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ഒരു വലിയ പട്ടി കിട്ടും സൈലത്തിന്റെ എല്ലാ ബുക്കും, അത് തന്നെ പഠിച്ചാൽ മതി. അതിൽ നിന്ന് എല്ലാ ഫോർമുലയും ക്വസ്റ്റ്യൻസും നല്ല തിയറി അത്യാവശ്യം എല്ലാം ഉണ്ട്. 14 ലക്ഷം കുട്ടികളിൽ നിന്ന് ഇത്രയും 17,000 എന്ന കുട്ടികളുടെ ഉള്ളിൽ വരണമെങ്കിൽ അത്രക്കും ഹാർഡ് വർക്ക് ചെയ്യണം, അവരെക്കാൾ മുമ്പിലെത്തണം. ഹായ്, സൈലം സ്കൂളിൽ പഠിച്ച് NIT-യിലും IIIT-യിലും അഡ്മിഷൻ ഉറപ്പാക്കിയിരിക്കുന്ന 2 മിടുക്കന്മാരാണ് കൂടെയുള്ളത്. ഒന്ന് റസിനും മറ്റേത് റയാനും. അപ്പൊ നമുക്ക് ഇവരുടെ പഠന രീതികളും അതോടൊപ്പം തന്നെ ഇവരുടെ സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇവർക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരുത്താൻ നമുക്ക് ആവശ്യം. ഇവർക്ക് തിരുത്താൻ അവസരമുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, ആവട്ടെ, ഇതൊക്കെ ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ കുറച്ച് പേര് ജേണിയൊക്കെ നമുക്കൊന്ന് അറിഞ്ഞേക്കാം അല്ലെ? യെസ്. അപ്പൊ മക്കളെ, അപ്പൊ എപ്പോഴാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? നമ്മള് +1 +2 ഗോകുലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിച്ചത്. +1 തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് JEE സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങും തന്നിരുന്നു. അതോടൊപ്പം CBSE ബോർഡ് എക്സാമിനായിട്ടുള്ള +2 ബോർഡ് എക്സാമിനായിട്ടുള്ള സ്റ്റഡി സെഷൻസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോഴാണ് JEE കുറിച്ച് ആഗ്രഹിക്കാൻ തുടങ്ങിയത്? ആഗ്രഹം എന്ന് പറയുമ്പോ ഇപ്പൊ 10th ശേഷമാണ് ഇപ്പൊ എവിടെയെങ്കിലും ചേരണ്ടേ. നോക്കുമ്പോ യൂട്യൂബിൽ കാണുന്നുണ്ട് സൈലത്തിനെ കുറിച്ച്. അപ്പൊ പിന്നെ ഫുള്ള് ഗോകുലം സ്കൂളിന്റെ പറഞ്ഞാല് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് എല്ലാം കണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നേ പിന്നെ മനസ്സിലായത് JEE എന്താണ്, പഠിക്കാനും കളിക്കാനും ഒക്കെ ഉഷാറാണല്ലേ. പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാണോ വന്നേ? ഏകദേശം ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് ഫുട്ബോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് അപ്പൊ എന്താ തോന്നിയത്? ഇവിടെ ഫുട്ബോൾ കളിക്കലാണോ അല്ല പഠിക്കലാണോ? പഠിക്കലാണ് അല്ലെ, കാരണം പഠിച്ചാലേ നമുക്ക് JEE കിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളാ ഒരു ഡിസിഷൻ എടുക്കലാണ്. നമ്മളാ JEE വേണമെന്നില്ലേ ആ ഒരു കട്ടിയായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യാം, നല്ലോണം ഇരുന്ന് വർക്ക് ചെയ്യാം. എന്നാ പിന്നെ IIT എല്ലാം കിട്ടും, ലൈഫിൽ എവിടെ എത്താൻ പറ്റും. IIT-യും എങ്ങനെ ഉണ്ടായിരുന്നു JEE ജേണിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് +1 എത്തിയ ഉടനെ, കാരണം 10th ഏതാ പഠിച്ചത്? സ്റ്റേറ്റ് ആണോ CBSE ആണോ? CBSE, രണ്ടാളും CBSE അല്ലെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ +1 പഠനം തുടങ്ങിയ സമയത്ത്? 10th ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് എഞ്ചിനീയറിംഗിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് എല്ലാവരും പറഞ്ഞിരുന്നു, എന്റെ ഫാമിലിയൊക്കെ മൊത്തം പറഞ്ഞു ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗിലേക്ക് അഡ്മിഷൻ എടുത്തോ, അത് അപ്പം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. +2 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നല്ല കോളേജ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റും എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വീടിന്റെ അടുത്ത്, എന്റെ വീട് മലപ്പുറമാണ്, അപ്പൊ വീടിന്റെ അടുത്ത് നോക്കിയപ്പം സൈലം നല്ലൊരു ഓപ്ഷനായിട്ട് മനസ്സിലായിരുന്നു. അങ്ങനെ അടുത്ത മാസം ബോർഡ് എക്സാം കഴിഞ്ഞ അടുത്ത മാസം തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു സൈലത്തിലേക്ക്. എപ്പോഴാണ് JEE-ലേക്ക് ആഗ്രഹം മുളച്ചത്? 10th കഴിഞ്ഞിട്ടാണോ അല്ല അതിന് മുമ്പ് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്കിപ്പോ പണ്ടൊക്കെ ഈ കൊറോണ സമയത്തൊക്കെ ഈ കോഡിങ്ങും മറ്റേ എത്തിക്കൽ ഹാക്കിങ് അങ്ങനത്തെ കുറച്ച് താല്പര്യം. അപ്പൊ അത് ഹാക്കിങ് എത്തിക്കൽ തന്നെ ആയിരുന്നോ? ഹാക്കിങ് കുറച്ചൊക്കെ എത്തിക്കലായിരുന്നു, പിന്നെ മാറി. അപ്പൊ നമ്മളിപ്പോ ഈ കോഡിങ്ങും ഹാക്കിങ് എല്ലാം ചെയ്യണമെങ്കിൽ ഏത് ഫീൽഡിലേക്കാ പോകേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ പോകണം. അപ്പൊ അത് +2 കഴിഞ്ഞിട്ട് അല്ല 10th കഴിഞ്ഞിട്ട് അതിലേക്ക് നോക്കണമെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ തന്നെ പഠിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൂടി വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണല്ലേ. ഇപ്പൊ ഹാക്ക് ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ? ചെയ്യണമെന്നല്ലേ ഫോണൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടേ ചോദിച്ചതാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. മോനെ എങ്ങനെയായിരുന്നു എൻ്റെ JEE പ്രിപ്പറേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ +1 എത്തിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിരുന്നിരുന്നു. ഫൗണ്ടേഷൻ കോഴ്സും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള JEE-ൻ്റെ കോച്ചിങ്ങും പിന്നെ DPPs, എസ്പെഷ്യലി DPPs എനിക്ക് അത്യാവശ്യം നല്ലോണം ഹെൽപ്പ് ചെയ്തിരുന്നു. അതിലത്തെ ഓരോ ക്വസ്റ്റ്യനും അവർ ഫസ്റ്റ് മുതൽ തന്നെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് തുടങ്ങും. എന്താണ് ഒരു കീം ലെവൽ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ട് JEE മെയിൻ അഥവാ JEE അഡ്വാൻസ് ലെവൽ വരെ കൊണ്ടുവന്ന അങ്ങനത്തെ ടൈപ്പ് DPPs നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ സൈലത്തിൻ്റെ ബുക്സും ഞങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞാൽ അത്യാവശ്യം വെരി
ഫാൻറ്റാസ്റ്റിക് ടീച്ചേഴ്സാണ്. ലൈക്ക് അത്രക്കും അടിപൊളിയായി, ലൈക്ക് വെരി ഫ്രണ്ട്ലി, നമുക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റണ അപ്രോച്ചബിൾ ടീച്ചേഴ്സായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ പിന്നെ റുഫൈ സാർ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രക്കും നല്ല ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചില ചാപ്റ്റേഴ്സ് ലൈക്ക് മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ ക്ലാസ്സൊക്കെ എനിക്ക് ചില ഭാഗം മനസ്സിലാവാത്തപ്പോൾ റുഫൈ സാറിന്റെ ക്ലാസ് തന്നെയായിരുന്നു കണ്ടത്. അപ്പൊ എനിക്ക് പറയണമെന്ന് തോന്നി. സോ അങ്ങനെ തന്നെയാണ്. പിന്നെ പ്ലസ് ടു എത്തിയപ്പം പിന്നെ കുറച്ച് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. മാത്സിലും ഫിസിക്സിലൊക്കെ അങ്ങനെ മെല്ലെ ഇമ്പ്രൂവ് ആയിട്ട് പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ JEE മെയിൻസിൽ എനിക്ക് അത്യാവശ്യം റാങ്ക് കിട്ടാൻ പറ്റി. റാങ്ക് കിട്ടി അല്ലെ? അപ്പൊ എങ്ങനെ ഈ ബോർഡ് എക്സാമും ജെയും, കാരണം ഫസ്റ്റ് ഫേസിൽ നല്ല പെർസെന്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബോർഡ് എക്സാമിനും അത്യാവശ്യം നല്ല മാർക്കില്ലേ? എത്രയുണ്ട് മാർക്ക് ബോർഡ് എക്സാമില്? മറ്റേ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നല്ല മാർക്കുണ്ട്, 95 above ഉണ്ട് എല്ലാത്തിലും. പിന്നെ കമ്പ്യൂട്ടറും ഇംഗ്ലീഷും കുറച്ചൊന്ന്, ഇത് മൂന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചൊന്ന് കുറഞ്ഞ്. പിന്നെ എനിക്കും സെയിം തന്നെ, കുഴപ്പമില്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ അത്യാവശ്യം 95 above തന്നെയായിരുന്നു. പിന്നെ ഇംഗ്ലീഷിലും കമ്പ്യൂട്ടറിലും കുറച്ച് കുറഞ്ഞു. അപ്പൊ എങ്ങനെ ബോർഡ് എക്സാം പഠനം രണ്ടും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോയത്? ഞാന് ലൈക്ക് ബേസിക്കലി അവര് എല്ലാ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇംഗ്ലീഷിനും അഥവാ കമ്പ്യൂട്ടറിനാണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലെ തന്നെ ബോർഡിനായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ അവര് സൈലം തരും. അവര് ഇംഗ്ലീഷിന് അവരുടെ ബുക്സും പിന്നെ നോട്ട് അത്യാവശ്യം നല്ല തരും. പിന്നെ വേണ്ടത് ബോർഡ് എക്സാമിന് പഠിക്കേണ്ടതായിട്ടുള്ള നോട്ട്സും അതിനനുസരിച്ച് പഠിച്ചാൽ മതി എന്ന് പറയും. പിന്നെ നമ്മൾ നമ്മുടേതായ പ്രിപ്പറേഷൻ ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. ജെയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് എക്സാം പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. നമ്മൾ കുറച്ച് എക്സാം ബോർഡ് എക്സാം ലെവലിൽ ഇങ്ങനെ എഴുതി കൊടുക്കും തന്നെ, പിന്നെ അത് ശരിയായിക്കോളും. ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരേ ടോപ്പിക് തന്നെ കുറച്ച് പഠിക്കാനേ ഉള്ളൂ JEE കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് എഴുതേണ്ട രീതി അതൊന്ന് കുറച്ച് 2-3 എക്സാം എഴുതുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ ഇനി നമ്മളിപ്പോ ഒരു ടൈം മെഷീൻ കിട്ടിയെന്ന് വിചാരിക്കും, തിരിച്ചു പോകാൻ വേണ്ടിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ചെയ്ത ഏത് കാര്യം നമ്മൾ ചെയ്യാതിരിക്കും? എന്താണ് അത്? അതായത് നമ്മളെ മിസ്റ്റേക്കുകൾ എന്താണ് പറ്റിയത്? എന്തൊക്കെ തിരുത്താം? എന്റെ കാര്യം എന്ന് പറഞ്ഞാല് JEE മെയിൻസ് ഫേസ് 2 ശേഷം കുറച്ച് നല്ലോണം എന്താക്കി, ഒന്ന് ഇന്റൻസിറ്റി കുറച്ച് ഉഴപ്പി. അപ്പൊ അതൊന്ന് ഉഴപ്പാണ്ട് അതേ ഫേസ് 2 ശേഷം JEE മെയിൻസ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അഡ്വാൻസിൽ അത്രക്ക് ഒന്ന് കൊടുത്തില്ല, കൊറേ ഉഴപ്പി കൊറേ കളിച്ച്. അപ്പം അതൊന്ന് ഒഴിവാക്കിയിട്ട് അതേ ഇന്റൻസിറ്റിയിൽ തന്നെ പോയിനെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. എനിക്ക് മെയിൻലി പറയാനുള്ളത് ലേറ്റ് ആവാൻ പാടില്ല. ലൈക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. എനിക്ക് മെയിനായിട്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ പ്ലസ് 2 ഒക്കെ എത്തിയപ്പം എനിക്ക് +1 അത്ര ക്ലിയർ ആയിരുന്നില്ല. കുറേ ടോപ്പിക്സ് എസ്പെഷ്യലി ഫിസിക്സ് ലാസ്റ്റ് പാർട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് കുറേ ക്ലിയർ ആയിരുന്നില്ല. അത് ഞാൻ ലാസ്റ്റത്തേക്ക് കൈൻഡ് ഓഫ് വെച്ചുപോയി. അത് ഒരിക്കലും വെക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ലാസ്റ്റത്തേക്ക് വെക്കുമ്പോഴേക്കാണ് ലൈക്ക് ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഇത്രയും വലിയൊരു ലോഡ് ഉണ്ടാവും. അത് എനിക്ക് എത്ര ലോഡ് ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കി. ഐ റിയലൈസ്ഡ് ഇറ്റ്, നേരത്തെ തന്നെ റിയലൈസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീർക്കാൻ നോക്കി ഉള്ള ബാക്ക്ലോഗ്സ് ഒക്കെ. സോ അതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് ഫേസ് തന്നെ അത്യാവശ്യം പെർസെൻറ്റേജ് കിട്ടാൻ പറ്റി. അപ്പോൾ ഇനിയൊരു തിരിച്ചു പോക്കുണ്ടെങ്കിൽ ഇനി എനിക്ക് തീരെ പഠിക്കേണ്ട, തീരെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്ന് പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക്കോ ഏതെങ്കിലും ഏരിയ ഉണ്ടോ? അങ്ങനെ പറയാന് ഒന്നുമില്ല. ഇല്ല, എല്ലാത്തിലും കുറച്ച് ഞാൻ പഠിക്കൂല എന്ന് പറഞ്ഞതും കൊണ്ടോ? അങ്ങനെയുമില്ല, അതുമില്ല. ഓക്കെ, ഇല്ല. ഇനി പോട്ടെ, നമ്മളിപ്പോ ജയിലിൽ റിസൾട്ട് ഒക്കെ വന്നു, നമുക്ക് കുറച്ച് ഫൺ ക്വസ്റ്റ്യൻ. റിസൾട്ട് വന്ന സമയത്ത് ഓക്കെ എന്തായിരുന്നു നമ്മുടെ വീട്ടുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ? പോട്ടെ, ആ വീട്ടുകാരുടെ റിയാക്ഷൻ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സിനിമയിലെ സീനൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പറ്റും? എനിക്ക് അത് ഓർക്കുമ്പോ ഇപ്പൊ വിചാരിക്കുന്ന അടിച്ചു മോനെ എന്ന് പറഞ്ഞൊരു സീനില്ലേ, ആയിരിക്കത്തില്ലേ? റയാനോ? പോട്ടെ. അപ്പൊ ജയ് പ്രിപ്പറേഷൻ സമയത്തുള്ള ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഡ്വൈസ്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ഒഴിവാക്കിയില്ല. അത്യാവശ്യം ഇടക്കിടക്ക് ഇങ്ങനെ കയറി നോക്കലുണ്ട് ഇൻസ്റ്റയിലെല്ലാം. അത് പിന്നെ ഫുട്ബോൾ കളിയാണല്ലോ അത്യാവശ്യം. പിന്നെ അതൊന്നും ചെയ്യാണ്ടിരിക്കലാന്ന് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റും.
എനിക്ക് സോഷ്യൽ മീഡിയ റിസൾട്ട് വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് ലൈക്ക് ആഫ്റ്റർ കുറച്ച് ഞാൻ സോഷ്യൽ മീഡിയ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ ലീവ് ഉണ്ടാവും. അപ്പോൾ പക്ഷെ റിസൾട്ട് കഴിഞ്ഞ് ആദ്യമായിട്ട് നോക്കിയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ പഴയ സ്കൂളത്തെ ആൾക്കാരും ഇങ്ങനെ ഞാൻ എന്താ ചെയ്യണേ, എൻ്റെ റിസൾട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. ചില കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിന്, അവർ ചോദിച്ചു എന്തായി റിസൾട്ടൊക്കെ എന്തായി, അവരോട് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. പിന്നെ അല്ലാണ്ട് വലിയ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. അതിനായിക്കോളും, ഇനി ഉഷാറായിക്കോളും കേട്ടോ, ഇനി ആവണം കേട്ടോ, ഇനി ആക്റ്റീവ് ആവണം. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കാലത്ത് അത് എന്ത് ചെയ്യത് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഒഴിവാക്കുക. ഓഫ്ലൈൻ ആസ് ഇൻ ഈ ഓഫ്ലൈൻ കോച്ചിങ് ആണ് കുറച്ചുകൂടി ഇൻ മൈ ഒപ്പീനിയൻ കുറച്ചുകൂടി റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. കാരണം ഓൺലൈൻ ആകുമ്പോൾ ഇത്രക്കും ഡിസ്ട്രാക്ഷൻസും ഉള്ള ലോകത്ത് അങ്ങനെ സ്വന്തമായി പഠിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് പഠിക്കും. സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ യു ക്യാൻ ചൂസ് ഓൺലൈൻ തന്നെ എടുക്കണേക്കും നല്ലത്. അതർവൈസ് ഓഫ്ലൈൻ അല്ലെ. പിന്നെ അടുത്തത് പ്രിപ്പറേഷൻ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതായിരുന്നു? അതായത് മീൻസ് സൈലത്തിന്റെ മെറ്റീരിയൽ മാത്രമാണോ അല്ലെ ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചത്? ഞാൻ ഉപയോഗിച്ച ആ സൈലത്തിന്റെ ഒരു നമുക്കിപ്പോ കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ഒരു വലിയ പെട്ടി കിട്ടും സൈലത്തിന്റെ എല്ലാ ബുക്കും, അത് തന്നെ പഠിച്ചാൽ മതി. അതിൽ നിന്ന് എല്ലാ ഫോർമുലയും ക്വസ്റ്റ്യൻസും നല്ല തിയറി അത്യാവശ്യം എല്ലാം ഉണ്ട്, അത് തന്നെ പഠിച്ചാൽ അതേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതെന്തായാലും ചെയ്യണം. ജെയ് മെയിൻസ് ആയാലും അഡ്വാൻസ് ആയാലും അത് നല്ലോണം ചെയ്തിട്ട് പ്രാക്ടീസ് ഉണ്ടായാൽ ഈസി നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യന് കത്തി തുടങ്ങും. എനിക്കും അതിന് തന്നെ പറയാനുള്ളൂ. എനിക്ക് മെയിൻലി എനിക്ക് ഉപകാരപ്പെട്ട ടീച്ചേഴ്സിന്റെ നോട്ട്സ് തന്നെയാണ്. അഥവാ ഡി പി പിസത്തെ ക്വസ്റ്റ്യൻസ് മെയിൻലി സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് DPPs തരിക. അപ്പം അതിനനുസരിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളതിന് ജെയ് മെയിൻസിന്റെ PYQs തന്നെ ഒരു PYQ ബുക്ക് ഏതെങ്കിലും വാങ്ങിച്ചിട്ട് അതിലത്തെ ഓരോ ചാപ്റ്റർ ഏതാ ചാപ്റ്റർ തീർക്കണമെന്ന് വെച്ചാൽ അതിന്റെ ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് പേജ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് പോവാ. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ആണല്ലേ. പിന്നെ നമ്മൾ DPPs തന്നെ ഇനഫ് ആണ്, നമ്മുടെ ബുക്സ് തന്നെ എന്താണ് ഇനഫ് ആണ്. പിന്നെ ചിലപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുക, കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കണം, എല്ലാം ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പഠിക്കണം. അങ്ങനെ ബ്രേക്ക് ഇട്ട് തന്നെ പഠിക്കാനാണ് നോക്കുക. നമ്മൾക്ക് ഒരു എപ്പോഴാണ് ബ്രേക്ക് കൊടുക്കേണ്ടി വരിക? യൂഷ്വലി ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറെ കൂടുതൽ സ്റ്റക്ക് ആവുക. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വിചാരിച്ചോ, ഞാൻ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ്ലി 1 to 2 hours ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫീൽ ആവും ഒരു സമയത്ത് ക്വസ്റ്റ്യൻസ് കിട്ടണില്ല, അഥവാ സ്റ്റക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് പോകുന്നില്ല അത് കഴിഞ്ഞിട്ട്. സോ യൂഷ്വലി ഞാൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, ചായ കുടിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂട്ടുകാരോടൊപ്പം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സോ നമുക്ക് ഹോസ്റ്റൽ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന പോലെയല്ല, എന്തായാലും അത്യാവശ്യം പഠിക്കാനുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഹോസ്റ്റൽ ലൈഫ് അതെന്തായാലും അനുഭവിക്കണം, ലൈഫ് ടൈം എന്തായാലും അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. രാത്രി എണീച്ചിട്ട് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കാം, മാഗി ഉണ്ടാക്കാം, അതൊക്കെ വേണം. അതൊക്കെ വേണം. പിന്നെന്താ, കൊറേ ആൾക്കാരില്ലേ, കൊറേ സ്ഥലത്ത് നിന്ന് വരുന്നു. അഗ്രജ് ഓനാണ് ഏറ്റവും വലിയ മെയിൻ. ഓക്കെ, അപ്പൊ എന്തായാലും എൻജോയ് ചെയ്തിട്ട് പഠിച്ചു അല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ ഹോസ്റ്റലില് പഠന സൗകര്യം ഡൗട്ട് ക്ലിയറൻസ് നമ്മുടെ ടീച്ചർമാർ തന്നെ ഹോസ്റ്റലിലേക്ക് വരും. ഒരു ഒക്കേഷണൽ വീക്ക്ലി ആകുമ്പം നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉള്ള ടീച്ചേഴ്സും. അപ്പം ആ ടൈം സ്ലോട്ടിൽ നമ്മൾ താഴെ പോയി, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിന്റെ താഴെ പോയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി സൈന ഒരുക്കുന്നുണ്ട്. അപ്പൊ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയായിട്ട് ആ ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിയർ ആക്കി പോകാം അല്ലെ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ പോട്ടെ, നിങ്ങളിപ്പോ സൈലത്തിൽ ടീച്ചറായിട്ട് വരണമെന്നിരിക്കും, നിങ്ങൾ ഏത് ടോപ്പിക് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്? മാത്സ് പഠിപ്പിക്കാൻ. അത് ഞാൻ പറഞ്ഞത് അല്ലല്ല, മാത്സ് തന്നെ അത്യാവശ്യം പഠിക്കാനും രസം മാത്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ടീച്ചേഴ്സിന് സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? അതന്നെ റിജു സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മള് നടക്കാത്ത റിയാക്ഷൻ ഒരിക്കലും കാറ്റലൈസ് ചെയ്ത് നടക്കൂല. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാല് ഈ ലഹരി
നമുക്കത് ചെയ്യണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. എത്ര കാറ്റലൈസ് ചെയ്താലും നമ്മൾ ചെയ്യില്ല. നമ്മളെ മനസ്സിന്റെ ആ ഒരു തീരുമാനമാണ്. അല്ല അത് മാത്രമല്ല വേറെ കാര്യങ്ങൾ അതായത് പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാൻ തീരുമാനത്തോട്ടുള്ള നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു സംഭവം വേണം. റെഡിയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ഒരുപാട് കുട്ടികൾ ഇപ്പം ചിലപ്പോൾ നിങ്ങളിപ്പോ 10th പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും അല്ലെ, ചിലപ്പോൾ 8th. അപ്പം അവരോടൊക്കെ നമ്മൾ എപ്പോഴാണ് ജെയ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള യഥാർത്ഥ സമയം? ഐ വുഡ് സേ ആസ് ഏർലി ആസ് പോസിബിൾ. ഏറ്റവും ഇപ്പോൾ 8ാം ക്ലാസ് തന്നെ ആണെങ്കിൽ 8ാം ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തോ, 9ാം ക്ലാസ് ആണെങ്കിൽ 9ാം ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തോ, 10th-ലാണെങ്കിൽ 10th-ലാണ് സ്റ്റാർട്ട് ചെയ്തോ. കാരണം ഈ ജെഇ പറഞ്ഞ എക്സാം അത്രക്കും കമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഒരു 14 ലക്ഷം കുട്ടികളിൽ 50,000 സീറ്റ്സേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 50,000 NIT ഗവൺമെന്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തന്നെ അഡ്വാൻസിൽ IITs ഐ തിങ്ക് 17,000 സംതിങ് സീറ്റ്സേ ഉള്ളൂ. അപ്പം അത്രക്കും 14 ലക്ഷം കുട്ടികളിൽ നിന്ന് ഇത്രയും 17,000 എന്ന കുട്ടികളുടെ ഉള്ളിൽ വരണമെങ്കിൽ അത്രക്കും ഹാർഡ് വർക്ക് ചെയ്യണം, അവരെക്കാളും മുമ്പിലെത്തണം. അതെത്തണമെങ്കിൽ ഫസ്റ്റ് തന്നെ എപ്പോഴാണ് ജെയ്ക്ക് എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, IIT എത്തണം എന്ന് തീരുമാനിക്കണം, അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും നല്ലത് സ്കൂളുകളിൽ വരും. ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് പറ്റുമെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പഠിക്കുക എന്നതാണ്. ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വരാൻ വേണ്ടി പോകണം, പലതരത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ വരാൻ വേണ്ടി പോകണം. ഓക്കെ, പിന്നെ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ ലൈഫിലേക്ക് ഈ പറഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ട്, അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഇനി ഈ ഫ്രണ്ട്സിനെ ഇപ്പൊ മോൻ കാലിക്കറ്റ് തന്നെ ആയിട്ട് കേട്ടിരിക്കുന്നത് അല്ലേ? ഏത് ട്രിപ്പിൾ പൂനെ അല്ലെ? അപ്പൊ എന്തായാലും കൂടുതൽ അപ്പൊ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി പോകുന്ന ആദ്യത്തെ മലയാളം വേർഡ് എന്തായിരിക്കും? ബാക്കി ഇവിടെ പറയാൻ പറ്റും സാറേ, പറയാൻ പറ്റൂല. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് ഇപ്പം ഇത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ സ്കൂളിലെ കുട്ടികളാണ്. +2 കഴിഞ്ഞ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ DPPs ഒക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലെ? ഏകദേശം പിന്നെ സൈലം സ്കൂളിനായിക്കോട്ടെ റിപ്പീറ്റേഴ്സിന് ഏകദേശം ഒരേ DPP ആണ്. സ്കൂളിലാകുമ്പോൾ കുറച്ചും കൂടി ബോർഡ് എക്സാം ലെവൽ സാധനങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ DPPs ഒക്കെ വെച്ചിട്ട് ഇതുവരെ ജെയ്ക്ക് റിപ്പീറ്റ് അല്ലെങ്കിൽ ഇതുവരെ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്ത ഒരു കുട്ടിക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? സത്യം പറഞ്ഞാല് ഞാൻ അങ്ങനെ ക്രാക്ക് ചെയ്തെടുത്ത ജെയ് മെയിൻസ് ആണെങ്കിൽ അത് സൈലത്തിന്റെ മെറ്റീരിയൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയറും വേറൊന്നും ഉപയോഗിച്ചില്ല. തിയറി അത്യാവശ്യം നമ്മളെ ക്ലാസ്സിൽ തന്നെ കിട്ടുന്ന നോട്ട്സ് നല്ല തിയറി ഉണ്ട്. ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈലത്തിന്റെ മെറ്റീരിയൽ ഇല്ലേ, അതിൽ തന്നെ അത്യാവശ്യം തിയറിയും ഷോർട്ട് കട്ട്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ തിയറി വായിച്ചെടുക്കലാണോ പ്രോബ്ലം സോൾവിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ തിയറി വായിക്കണ്ടേ? അങ്ങനെ തിയറി ഫസ്റ്റ് തിയറി ഒന്ന് വായിക്കാം, പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് നമ്മൾ ഇപ്പൊ സ്റ്റക്ക് ആവും ചില തിയറിയിൽ. ആ തിയറി ഒന്നും കൂടി ഒന്ന് ലെവലാക്കി എടുത്തിട്ട് പിന്നെ ആദ്യം പ്രോബ്ലം ചെയ്യും, മുന്നോട്ടേക്ക് പോകും അല്ലെ? അതാണ് നമുക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പം പിന്നെ ജെയ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ജെയ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് മെയിനായിട്ട് പറയണത് എന്താ വെച്ചാൽ ഒരിക്കലും ഡീമോട്ടിവേഷൻ വരാൻ പാടില്ല. ഡീമോട്ടിവേഷൻ വരും, ഇറ്റ്സ് ഹ്യൂമനായിട്ട് വരാവുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിലൂടെ ഒരു JS ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ നേരിടുക, ലൈക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആകുമ്പോൾ സ്റ്റക്ക് ആവും, ഉറപ്പാണ്. പക്ഷെ അതാണ് ആക്ച്വലി എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിൽ കൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. ദാറ്റ്സ് ഹൗ JS വർക്ക്സ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റക്കായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ ക്വസ്റ്റ്യൻ പിന്നെയും ചെയ്ത് റിവിഷൻ ആക്കിയിട്ട് പിന്നെ ആ ഫുൾ കോൺസെപ്റ്റ് തറോ ആക്കിയിട്ട് മാത്രമേ നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിൽ നേരെ പോകാൻ പാടുള്ളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കലാണ്. നമ്മൾ ജയ് വേണമെന്നില്ല ആ ഒരു കട്ടിയായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നല്ലോണം ഇരുന്ന് വർക്ക് ചെയ്യുക. എന്നാ പിന്നെ IIT എല്ലാം കിട്ടും, ലൈഫിൽ എവിടെ എത്താൻ പറ്റും. IITയും അതിനപ്പുറം എത്താൻ പറ്റും. ഡീമോട്ടിവേറ്റ് ചെയ്ത് എന്ത് ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് വിളിക്കുക, ഒന്ന് ഫ്രഷ് അപ്പ് ആവുക, ഒന്ന് ഉറങ്ങുക, കുളിക്കുക ഒക്കെ ചെയ്യാം. അല്ല, ജസ്റ്റ് ഒന്ന് നമ്മളെ മൈൻഡ് ഒന്ന് ഇതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് എന്താണ് സന്തോഷം കണ്ടെത്താൻ പറ്റും അത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, ഇനിയും കാണാം. നമുക്ക് NIT കാലിക്കറ്റിലേക്ക് വന്നിട്ട് വീണ്ടും കാണാം.
കാരണം അവിടെ വന്ന് അതിന് പോയതിനു ശേഷം അവിടുത്തെ അനുഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. കാരണം എന്താണ് ഇത്രയും കാലം നമ്മൾ കൊണ്ടുപോയ സ്കൂളുകളും അതേപോലെ തന്നെ അക്കാഡമിക്സ് നമ്മളും NIT തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് അറിയാൻ വീണ്ടും കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ TIIT അല്ലെ അടുത്ത അലോട്ട്മെന്റ് മാറും അല്ലെ? ഇപ്പൊ അടുത്ത അലോട്ട്മെന്റ് എവിടെ കൊടുത്തിരിക്കുന്നത്? NITs തന്നെയാണ്, ടോപ്പ് 5 NITs ടോപ്പ് NITs തന്നെ എത്തും. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു റസിൻ ആൻഡ് റയാൻ.